Celebrating 50 years. Majestic Jewelers. കോഴിക്കോട് നിപ്പ ബാധിച്ച് മരിച്ച 12-കാരന്റെ സമ്പർക്ക പട്ടികയിൽ 188 പേർ. നിപ്പ ബാധ സ്ഥിരീകരിച്ചതോടെ 7 ദിവസം അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 20 പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലാണ്. സംസ്ഥാനത്തെ നടുക്കിയ നിപ്പ വൈറസിന്റെ 3ാം വരവിൽ മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ വന്നത് 188 പേരെന്ന് കണ്ടെത്തി. ഇതിൽ 2 പേർക്ക് രോഗലക്ഷണവും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ കുട്ടിയെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകരാണ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 188 പേരിൽ 20 പേർ കുട്ടിയുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ്. സ്ഥിതി അവലോകനം ചെയ്യാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രാഥമികമായി ഇത്രയും മണിക്കൂറിനുള്ളിൽ 188 കോൺടാക്റ്റുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഹൈ റിസ്ക് ആയിട്ടുള്ള 20 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ചികിത്സയ്ക്കായി വേർതിരിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ ചേർന്ന അടിയന്തര യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേവാർഡ് നിപ്പ ട്രീറ്റ്മെന്റിന് വേണ്ടി ആ ബ്ലോക്ക് നിപ്പ ട്രീറ്റ്മെന്റിന് വേണ്ടി മാറ്റുന്നതിനാണ് തീരുമാനിച്ചത്. പഴുതടച്ച പ്രതിരോധ പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി നിപ്പ പ്രതിരോധ മരുന്നായ മോണോക്ലോറൽ ആന്റിബോഡി ഓസ്ട്രേലിയയിൽ നിന്നും എത്തിക്കുമെന്നും വ്യക്തമാക്കി. ഓസ്ട്രേലിയയിൽ നിന്നാണ് മരുന്ന് വരേണ്ടത്. പക്ഷെ ഇപ്പം നമുക്ക് നിലവിൽ പേഷ്യൻസ് ഇല്ല, ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഷോർട്ടസ്റ്റ് പീരീഡ് ആണ് അവർ പറഞ്ഞത്. നമുക്ക് കുറച്ചുകൂടി എളുപ്പം തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ICMR-നോട് ആവശ്യപ്പെടുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്രവ പരിശോധനാ കേന്ദ്രം തുടങ്ങും. പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് അതിനുള്ള സംവിധാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുക്കും. ഇന്നലത്തെ മീറ്റിംഗിൽ നമ്മൾ തീരുമാനിച്ചത് നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റിംഗ് വേണമെന്നും അതിനുള്ള സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ NIV പൂനെ അവരുടെ ഒരു ടീം തന്നെ ഇവിടെ വരും. ഈ ടെസ്റ്റുകൾ അവരായിരിക്കും നടത്തുക. ആ ടീം ഇവിടെ വരും. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ AK ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ സവിശേഷ സാഹചര്യം പരിഗണിച്ച് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ മൃതദേഹം പ്രോട്ടോകോൾ പ്രകാരം സംസ്കരിച്ചു.